കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ജന്മനാട് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം തുടരുന്നു. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക്, സഖാവിന് വിട നൽകാൻ നിരവധി പേർ അവിടേക്ക് എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, കോഴിക്കോടല്ല, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ചൊക്ലിയിലാണ് പുഷ്പന്റെ ജന്മനാട്. ജന്മനാട്ടിൽ ഇപ്പോൾ പുഷ്പനെ ആയിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് സമരനായകൻ, 3 പതിറ്റാണ്ട് സഹനത്തിന്റെ നായകനായി മാറിയ വിപ്ലവകാരി, ആ സമരനായകനാണ് ഇപ്പോൾ നാട് വിട ചൊല്ലുന്നത്. എത്രമേൽ ഇഷ്ടമാണ് ഈ നാട്ടുകാർക്ക് പുഷ്പനെ എന്ന് കാണിക്കുന്നതാണ് ഈ പൊരിവെയിലത്തും നീണ്ട നിര പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. രാമവിലാസം സ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞു. അത് കഴിഞ്ഞ് റോഡിന്റെ ഇരുവശങ്ങളിലും സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സഖാവ് പുഷ്പേട്ടനെ ഒന്ന് കാണാൻ, പുഷ്പനെ ഒന്ന് കാണാൻ നീണ്ട നിര ഇങ്ങനെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗതാഗത കുരുക്ക്, വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും വലിയ ജനപ്രവാഹമാണ് പുഷ്പനെ കാണാൻ. ആ സാശ്രയ സമരത്തിൽ 5 പേർ പിടഞ്ഞു മരിച്ചപ്പോൾ വെടിയുണ്ടയുമായി ജീവിതം തന്നെ പോരാട്ടമാക്കിയ ജീവിക്കുന്ന രക്തസാക്ഷി, അങ്ങനെ ഒരു യുവജന വിദ്യാർത്ഥി സമരനായകൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ ഇല്ലെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു. അത്രമേൽ വലിയ ജനാഭിവാദ്യങ്ങളാണ് പുഷ്പന്. കോഴിക്കോട് മുതൽ തലശ്ശേരി പിന്നിട്ട് തലശ്ശേരി എത്തുന്നു, വടകര പിന്നിട്ട് തലശ്ശേരി എത്തി. തലശ്ശേരി ടൗൺ ഹാളിൽ ആയിരങ്ങളാണ് പുഷ്പനെ ഒരു നോക്ക് കാണാൻ എത്തിയത്. അത് കഴിഞ്ഞ് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് അരികിൽ പുഷ്പനെ കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും നിരവധി പേർ പാനൂരിൽ, അത് കഴിഞ്ഞ് ഒടുവിൽ ഇപ്പോൾ പുഷ്പന്റെ ജന്മനാടായ ചൊക്ലിയിൽ എത്തിയിരിക്കുന്നു. ചൊക്ലിയിൽ വലിയ രീതിയിലുള്ള ജനപ്രവാഹം. നേരത്തെ നിശ്ചയിച്ച സമയത്ത് സംസ്കാരം നടക്കുമോ എന്ന് പോലും അറിയില്ല. അത്രയും വലിയ തിരക്കാണ് കാണുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം ജില്ലാ സെക്രട്ടറിയും ഒരുമിച്ച് മൃതദേഹം ചുമന്നുകൊണ്ടാണ് ഇവിടെ പൊതുദർശനത്തിന് മൃതദേഹം കൊണ്ടുവന്നത്. റഹീം MP തുടങ്ങിയ മുഴുവൻ നേതാക്കളും, EP ജയരാജൻ, P ശശി തുടങ്ങിയ CPIM-ന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം, അല്പസമയം എന്ന് പറയാൻ സാധിക്കില്ല, വലിയ ജനത്തിരക്കാണ്. അതിനുശേഷമായിരിക്കും പുഷ്പന്റെ വീടിനോട് ചേർന്ന് പാർട്ടി വാങ്ങിച്ച സ്ഥലത്ത് 6 അടി മണ്ണിൽ പുഷ്പൻ അഗ്നിനാമ്പുകൾ ഏറ്റുവാങ്ങുക. അതോടുകൂടി ഒരു വിപ്ലവ ചരിത്രത്തിന്റെ ഒരധ്യായമാണ് അവസാനിക്കുന്നത്. പക്ഷേ എന്നാൽ വീണ്ടും ഉയർത്തി വിളിക്കുന്നു സഖാക്കൾ, ഇല്ല മരിക്കുന്നില്ല, പുഷ്പൻ ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന്. അത്തരത്തിൽ വാനിൽ ഉയർത്തിയ മുഷ്ടികളുമായി മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ കൂടെ ചേരുകയാണ്. സജോ, ഈ 3 പതിറ്റാണ്ട് നീണ്ട പോരാട്ടം ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നു. പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനോടുള്ള സ്നേഹം കണ്ണൂരുകാർ പലതരത്തിൽ വ്യക്തമാക്കുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു. പ്രമുഖ നേതാക്കളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പേര് ഈ അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നത് കൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ, ഈ 5 മണി എന്ന് പറയുന്നത് വൈകാനൊരു സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, 3 പതിറ്റാണ്ടോളം കിടന്ന കിടപ്പിൽ തളർന്നു കിടന്ന പുഷ്പൻ ആത്മവീര്യം ചോരാതെ തുടർന്നു. കണ്ണൂരിലെയും കേരളത്തിലെയും രാജ്യത്തെയും ആകെ ഇടതുപക്ഷ പ്രവർത്തകർക്ക്, CPIM പ്രവർത്തകർക്ക്, അണികൾക്ക്, DYFI പ്രവർത്തകർക്കൊക്കെ ആവേശവും വികാരവുമായിരുന്നു പുഷ്പൻ എന്നത് നിസ്തർക്കമാണ്. അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിൻ്റെ ഭാഗമായ പുഷ്പൻ വിടവാങ്ങുകയാണ്. ആ വൈകാരികത, വികാരവായ്പൊക്കെ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. 5 സഖാക്കൾക്ക് ജീവൻ നഷ്ടമായ കൂത്തുപറമ്പിനെ ചോരക്കളമാക്കിയ വെടിവെപ്പ്, അതിൽ വെടിയുണ്ട തുളച്ചു കയറിയാണ് സുഷുമ്നാ നാഡി തകർന്ന് കിടന്നത്. അപ്പോഴൊക്കെയും പാർട്ടി പ്രവർത്തകർക്ക് ഒക്കെയും അണികൾക്കും പ്രസ്ഥാനത്തിനും ഒന്നും പകരം വെക്കാനില്ലാത്ത ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതീകമായിരുന്നു പുഷ്പൻ എന്നത് നിസ്തർക്കമാണ്. അങ്ങനെയുള്ള ആ പുഷ്പന്റെ വിടവാങ്ങൽ എന്നത് പാർട്ടി പ്രവർത്തകരും അണികളും അനുഭാവികളുമൊക്കെ അങ്ങേയറ്റം വൈകാരികതയോടുകൂടിയാണ് കാണുന്നത്. ജന്മനാട്ടിലെ ചൊക്ലി രാമവിലാസം സ്കൂളിലാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വലിയ തോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം, അനുഭാവികളുടെയും അണികളുടെയും ഒക്കെ പങ്കാളിത്തമുണ്ട്. കാരണം പുഷ്പനെക്കുറിച്ച് പറഞ്ഞും പാടിയും ഒക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നീടുള്ള കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷമുള്ള ചരിത്രമുണ്ടായത്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒരു വെടിവെപ്പാണ്. യുവജന പ്രക്ഷോഭത്തിന് നേരെ വെടിവെപ്പുണ്ടാകുന്നു എന്നത് തന്നെ അതിൽ 5 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ജീവിക്കുന്ന രക്തസാക്ഷിയായി പുഷ്പൻ ഇത്രയും കാലം തുടർന്നു. അങ്ങനെ 3 പതിറ്റാണ്ടോളം ഒരു സമരജീവിതം തന്നെ നയിച്ചു എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രയും വൈകാരികതയുണ്ട്. പുഷ്പൻ അങ്ങനെയാണ് പ്രവർത്തകർക്ക് ആവേശവും വികാരവും ഒക്കെ ആകുന്നത്. ആ രണഗാഥയ്ക്കാണ് വിരാമമാകുന്നത്, അന്ത്യമാകുന്നത്. ആ സഖാക്കളോട് ഒപ്പം പൊരുതിയ സഖാക്കളോടൊക്കെ അന്ത്യയാത്ര പറയുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി
നേതാക്കൾ, ഡിവൈഎഫ്ഐയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ, CPM-ന്റെ മറ്റ് നേതാക്കൾ എല്ലാവരും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെയുണ്ട്. അവർ തന്നെ നേതൃത്വം വഹിക്കുന്നു. ശവമഞ്ചത്തിന്റെ ഒരറ്റത്ത് പിടിച്ച് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം വിലാപയാത്രയുടെ ഭാഗമാകുന്നുണ്ട്, അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ മൃതദേഹം വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അതിനുശേഷം ഈ മേനപ്പുറത്തെ ബ്രാഞ്ച് ഓഫീസിനോട് ചേർന്ന് പാർട്ടി വാങ്ങിയ ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വവും സമരവുമൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ടതാണ്. 24ാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വെടിയുണ്ട ഏറ്റ് തളർന്നു വീഴുന്നത്. അതിനുശേഷം 3 പതിറ്റാണ്ടുകൾ അങ്ങനെ കടന്നുപോയി. അത് ഡിവൈഎഫ്ഐയുടെ സമരസംഘടനാ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ സുപ്രധാന ഏടുകൂടിയാണ്. കാരണം അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമായി, രാഷ്ട്രീയമായി യോജിപ്പുകളോ വിയോജിപ്പുകളോ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും ആ രാഷ്ട്രീയ പ്രാധാന്യം, അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ഒരിക്കലും നിരാകരിക്കാൻ കഴിയുകയില്ല എന്നതൊരു വസ്തുതയാണ്. അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ നയമാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ചയാകാം. അപ്പോഴും പുഷ്പൻ ബാക്കിയാക്കുന്ന ത്യാഗത്തിന്റെ പ്രതീകം, അതായത് അചഞ്ചലമായ പാർട്ടി കൂറ്, വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് പേടിയില്ലാതെ എടുത്തു ചാടാൻ കാണിച്ച ധൈര്യം മുതൽ അങ്ങോട്ടേക്ക് അചഞ്ചലമായ പാർട്ടി കൂറും പ്രത്യയശാസ്ത്ര ബോധ്യവും പുലർത്തിയിരുന്ന ആളാണ് അദ്ദേഹം എന്നതുകൂടി. കാരണം അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം അതിന് പിന്നിലുണ്ട്. ഒപ്പം അതിനുശേഷം കേരള ചരിത്രം അങ്ങനെ ഏതെങ്കിലും യുവജന പ്രക്ഷോഭത്തെ ഈ നിലയ്ക്ക് പോലീസ് നേരിട്ട ഒരു സംഭവവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടി കാണണം. അങ്ങനെ ഒരു മനുഷ്യനാണ് വിടവാങ്ങുന്നത്. അദ്ദേഹം തളർന്നു വീഴുന്നത് മുതൽ പാർട്ടിയുടെ സംരക്ഷണയിലും തണലിലുമാണ് തുടർന്നിരുന്നത്. നേതാക്കൾ എല്ലാവരും, ദേശീയ സംസ്ഥാന നേതാക്കൾ എല്ലാവരും കണ്ണൂരിലെത്തുമ്പോൾ ഒരിക്കലെങ്കിലും പുഷ്പന്റെ മേനപ്പുറത്തെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് അതെ മടങ്ങാറുണ്ടായിരുന്നില്ല. അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വൈകാരികതയുണ്ട്. അണികളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു പോരാട്ട ജീവിതത്തിനാണ് പരിസമാപ്തിയാകുന്നത് എന്ന വൈകാരികതയുണ്ട്. ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ സമരചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഏടുകൾ ഒന്ന് പരിശോധിച്ചാൽ അത് ഉറപ്പായും അടിയന്തരാവസ്ഥ കാലത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിനുശേഷം ഉള്ള ഒന്നായി ചേർത്ത് വയ്ക്കപ്പെടുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പും 5 പേരുടെ രക്തസാക്ഷിത്വവും ഒപ്പം പുഷ്പൻ അന്ന് ഏറ്റുവാങ്ങിയ അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെയാണ് എന്നതുകൂടി കാണണം. അങ്ങനെ ഉള്ള ഒരു നേതാവാണ് പുഷ്പൻ എന്നതുകൊണ്ട് തന്നെ അണികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വൈകാരികതയുണ്ട്. തലശ്ശേരി ടൗൺ ഹാളും പിന്നീട് വന്ന വഴിയിലും ഒപ്പം കൂത്തുപറമ്പിൽ ഈ വെടിവെപ്പുണ്ടായ സ്ഥലത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിലടക്കം അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയും ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങളിലുമൊക്കെ അങ്ങനെ പ്രവർത്തകരുടെ ഒരു വലിയ നിര ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ 4:30യോടുകൂടി ഇവിടുത്തെ കണ്ണൂരിലെ ചൊക്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടവും സജോ ദേവസിയും.